ഭാരതവും UAEയും തമ്മിലുള്ള ബന്ധം പുതിയ തലങ്ങളിൽ അതിവേഗം മുന്നേറുകയാണ് എന്ന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. ഭാരത UAE ബന്ധത്തിന് 100 വർഷത്തിലേറെ പാരമ്പര്യമുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇത്രയും ദൃഢമായതെന്നും കോൺസുൽ ജനറൽ വ്യക്തമാക്കി. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിച്ചതിന് ശേഷമാണ് ഭാരതവും UAEയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കീഴടക്കിയതെന്ന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനമായിരുന്നു നരേന്ദ്രമോദിയുടേത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി 7 തവണ UAEയിലും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ 2 പ്രാവശ്യം ഭാരതത്തിലുമെത്തി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയതായി കോൺസുൽ ജനറൽ വ്യക്തമാക്കി. The bilateral relationship has been special over the past couple of decades, especially over the past decade since Honorable Prime Minister Modi ji visited UAE in 2015, which we all know was the first visit in almost 34 years. After that, he has had 7 visits to UAE. His Highness the President of UAE visited India twice. This has given that necessary spur to enhanced relationship. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വ്യാപാരം ഉൾപ്പെടെയുള്ള ഒട്ടേറെ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അതിവേഗം മുന്നേറുകയാണെന്ന് സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. 2022 ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഈ ബന്ധത്തിന് കരുത്തേകി. 10 വർഷം മുൻപ് കേവലം 22 ലക്ഷം പേരായിരുന്നു UAEയിലെ പ്രവാസി ഇന്ത്യക്കാരെങ്കിൽ ഇന്ന് 43 ലക്ഷത്തിലേറെ പേരുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Economically, culturally, trade has grown. We signed the CEPA in 2022, after which trade has almost increased by 70% from $69 billion in March 2022 to $100 billion in March 2025. Investments have grown. Diaspora has grown. In 2013, for example, we were 2.2 million. Today, we are 4.36 million. So, it's a special relationship. UAE ഇന്ത്യ ബന്ധം ശക്തമാക്കുന്നതിന് കൈക്കൊണ്ട നിലപാടുകൾ മാനിച്ച് നരേന്ദ്രമോദിക്ക് 2019 UAEയുടെ പരമോന്നത ബഹുമതിയായ സായിദ് പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ജനം, ദുബായ്.